ദ ഫിലിം ചേംബർ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു. ഒന്നുകൂടെ കേൾക്കാം. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല. അത് ആരോപണം മാത്രമാണ്. അത് മാത്രമല്ല, ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. കാരണം ചില പ്രധാനമായി നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ട്രിവാൻഡ്രത്ത് കുറച്ച് പേരെ എടുപ്പിക്കുകയും ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവരെ വിടുകയാണ്. ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇന്ന തന്നെ ആക്ഷേപങ്ങൾ പറയണം. WCCയുടെ ഭാഗത്തുനിന്നും പ്രധാനപ്പെട്ട ആൾക്കാർ ആരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. സിനിമയെ ഒന്നും ആക്ഷേപിക്കേണ്ട കാര്യമില്ല. ലോകത്തെല്ലാ മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട്, മോശപ്പെട്ട പ്രവൃത്തിയുണ്ട്. സജി എന്തായിട്ട് ഇത് കോടി ഒന്ന് മുടക്കിയതാണ്, നമ്മുടെയൊക്കെ നികുതി പണമാണ്, വർഷങ്ങൾ രണ്ടെടുത്തതാണ്, തെളിവടക്കം മൊഴികൾ ശേഖരിച്ച് ആ ഹെർക്കൂലൻ ടാസ്കിനെ ഇങ്ങനെ ഇൻഹ്യൂമനായി ഇത് കെട്ടിച്ചമച്ചതാണെന്ന് അവമതിക്കാൻ ഈ ഫിലിം ചേംബറും ഒരർത്ഥത്തിൽ പവർ ഗ്രൂപ്പ് സ്പോൺസേർഡ് ആണോ സജി? ഈ ഫിലിം ചേംബറിന്റെ അഭിപ്രായം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ വാർത്താ സമ്മേളനത്തിൽ എന്തായിരുന്നു ഞാൻ പറയുന്നത്? ആദ്യമേ തന്നെ പറയട്ടെ, ഇവിടെ ഇന്ന് ഞാൻ പറയുന്നത്, ആഷ്മി, ഞാൻ ദയവ് ചെയ്ത് കേൾക്കണം. ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അഭിപ്രായം ഇതുവരെ സ്വരൂപിച്ചിട്ടില്ല. കാരണം അത് ഇന്നലെ തിരക്കായതുകൊണ്ട് അതൊന്നും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഇപ്പൊ പറയുന്നത്. ഇന്നലെ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. ലാസ്റ്റ് നിങ്ങളുടെ എൻ്റെ വൈറ്റ്സ് കണ്ട് അറിയാൻ പറ്റും. ഇവിടെ ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാണോ? അഭിപ്രായം പിന്നീട് വരും. ഞാൻ എന്റെ ഫാമിലി ട്രസ്റ്റ് അല്ല. അല്ല, അങ്ങ് ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാണോ? എന്തോ അങ്ങ് ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാണോ? എന്തോ അങ്ങ് ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാണോ? അതെ, ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ഒരു വാർത്താ സമ്മേളനത്തിൽ, ചേംബർ യോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്, അല്ല ഞാൻ പറഞ്ഞ ചേംബർ യോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുന്നത് സജി, ഇപ്പോ ഇവിടെ കെ അനിൽകുമാർ എന്ന് പറയുന്നത് CPMന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം കെ അനിൽകുമാർ എന്ന വ്യക്തിയല്ല. കെ രമ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. കെ രമ എന്ന വ്യക്തിയല്ല. അപ്പൊ സജി നന്ദിയായിട്ട് ഇന്നലെ പറയുന്നത് അങ്ങനെ വ്യക്തിപരമായ നിലപാടാണ്. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ്. കാരണം ഞാനൊരു സിനിമാ പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമേ ചർച്ചയിൽ പങ്കെടുക്കത്തുള്ളൂ. കാരണം ഇന്നലെ കഴിഞ്ഞ എന്റെ പറയുന്ന കാര്യങ്ങൾ എന്റെ വ്യക്തിപരമാണെന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ ചാനൽ ചർച്ച തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ഫിലിം ചേംബറിന്റെ പ്രതിനിധിയാണെന്ന് താങ്കൾ പറയുകയാണ്. എന്നെ ഈ ചർച്ചയിൽ നിന്ന് എന്നെ റിലീവ് ചെയ്യണം. ഇല്ല, ഫിലിം ചേംബർ പ്രതിനിധി എന്നുള്ള നിലയ്ക്കല്ല സർ. ഫിലിം ചേംബർ അധ്യക്ഷനാണോ താങ്കൾ? സോറി ആഷ്മി, അല്ല, താങ്കൾ ഫിലിം ചേംബർ അധ്യക്ഷനാണോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് ആഷ്മി വെറുതെ തർക്കിച്ച് സമയം കളയണ്ട. ഞാൻ പറയുന്ന അഭിപ്രായം വ്യക്തിപരമായിരിക്കും. ഈ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായി ചോദിക്കുന്നു. അങ്ങനെയെങ്കിൽ വ്യക്തിപരമായി ചോദിക്കുന്നു. ശരി സജി, പോട്ടെ, വിട്ടേക്കു, അതിൽ പിണങ്ങണ്ട. അങ്ങനെയെങ്കിൽ വ്യക്തിപരമായി ചോദിക്കുന്നു. ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സ് 2 വർഷമെടുത്ത് നിർവഹിച്ച് റിപ്പോർട്ട് ഉത്തരവാദിത്തോടെ സർക്കാർ സമർപ്പിച്ചത്, ഹൈക്കോടതി അടക്കം ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്ന ആ ഉത്തരവ്, അത് ഏതോ റൂമിൽ ആരെക്കൊണ്ട് പറഞ്ഞു പറയിച്ചതാണ് എന്ന് ഇൻഹ്യൂമനായി പറയിക്കാൻ താങ്കൾ പവർ ഗ്രൂപ്പ് സ്പോൺസേർഡ് വ്യക്തിയാണോ സജി? എൻ്റെ പൊന്നെ ആഷ്മി, കൊച്ചു മലയാള സിനിമയിൽ 15 പവർ ഗ്രൂപ്പ്, 15 നല്ല പ്രൊഡ്യൂസർമാർ പോലുമില്ല. എൻ്റെ പൊന്നെ ആഷ്മി, ഇവിടുത്തെ സിനിമ നിർമ്മിക്കുന്നവരുടെ എല്ലാം ഈ ബാനർ വരുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാം ഓരോ പ്രൊഡ്യൂസർമാരും വന്ന പിന്നെ അവരെ കാണുന്നില്ല. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതന്നെ ഹിന്ദി സിനിമ, അല്ലെ ഹോളിവുഡോ അല്ലെ ബോളിവുഡോ? പൊന്നാഷ്മി, നമ്മളൊക്കെ കണ്ണ് തുറന്ന് കണ്ടേ. മലയാള സിനിമ ആകെ പരിതാപകരത്ത് നിൽക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്? ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി എന്ന് ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞ ആളെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ റിപ്പോർട്ട് അപൂർണമാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? മലയാള സിനിമയിലെ എല്ലാ വിഭാഗങ്ങളെയും സമസ്ത മേഖലയിലുള്ളവരെ വിളിച്ചു വരുത്തി മൊഴികൾ രേഖപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു ഇതിന് പൂർണ്ണത ഉണ്ടാവുന്നത്. മലയാള സിനിമയിലെ WCCയുടെ അംഗങ്ങളും ഞങ്ങളുടെ അംഗങ്ങളും തന്നെയാണ്. അവരോടൊപ്പമുള്ളവ 50 പേര് മാത്രം അടങ്ങുന്നതല്ല മലയാള സിനിമ. 10,000-കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങളുടെ എല്ലാ അഭിപ്രായം എന്താണെന്ന് വിളിച്ചിട്ട് വന്നില്ലേ വേണ്ട, വിളിച്ച് വരുത്തി. ഇപ്പൊ പറഞ്ഞല്ലോ ICC ഇവിടെ കടലാസ് സംഘടനയാന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടാ പറയണം, ഞങ്ങൾ തിരുത്തേണ്ട തിരുത്തും. അപ്പോ ഞങ്ങളെ വിളിച്ച് കേൾക്കണം. നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്താണെന്ന് ഞങ്ങളോട് ചോദിക്കണ്ടേ? അതൊന്നും ചോദിക്കാതെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കത് സങ്കടമുണ്ട്. പെൺകുട്ടി പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അല്ല, താങ്കൾ ഇന്നലെ ഏതോ ഒരു റൂമിൽ വിളിച്ചു വരുത്തി ട്രെയിനിങ് കൊടുത്തു വിട്ടതാണ് എന്ന് പറഞ്ഞു. ഇല്ല, ഏതോ ഒരു റൂമിൽ ഈ മൊഴി നൽകി 64 പേരെ വിളിച്ചു വരുത്തി ട്രെയിനിങ് കൊടുത്ത് ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിലേക്ക് വിട്ടതാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ആരാണ് ട്രെയിനിങ് കൊടുത്തത്? നിങ്ങൾ എന്തിനാ? ഞാൻ അങ്ങനെ നമ്പർ പറഞ്ഞില്ലല്ലോ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ല ശരി, ഒറ്റയാളെ ആര് ട്രെയിനിങ് കൊടുത്തു? ആഷ്മിക്ക് കാണിക്കാമെങ്കിൽ ഞാൻ ആഷ്മിയോട് ഇപ്പൊ ക്ഷമ പറയാം. സജി നന്ദിയാട്ടെ 64 പേര് പോട്ടെ,
താങ്കൾ പറഞ്ഞു ട്രെയിനിങ് കൊടുത്തു. എത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്തു എന്നാണ്? ഞാൻ പറയട്ടെ, എത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്തു സജി? സത്യസന്ധമായി എന്നെ പറയാൻ ആഷ്മി സമ്മതിക്കണം. നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ഗുമ്മിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ വയനാട് വിട്ടു, നേരെ ആ പാവ അർജുനനെ വിട്ടു, വയനാട് വിട്ടു, നിങ്ങൾ വീണ്ടും ഇവിടെ വന്നിരിക്കുക. ഇനി ഹേമാക്കാൻ പറ്റി നിങ്ങൾ വിടും. നിങ്ങൾക്ക് എപ്പോഴും പ്രോഡക്റ്റ് വേണം, ഡേറ്റാസ് വേണം. ദൈവത്തെ ഓർത്ത് പറയുന്നത് കേൾക്കൂ. മറുപടി ഉണ്ടോ? ഞാൻ 64 പേര് പറഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരായ കുറച്ച് പേർ, എല്ലാവരും ഇല്ലല്ലോ, കുറച്ച് പേർ അവർ ട്രെയിൻഡ് ആയിരുന്നു. ഹേമ കമ്മിറ്റി അവിടെ നിഷ്പക്ഷമാണ്, അവർ നിരപരാധിയാണ്. എവിടെ ട്രെയിനിങ് ആയിരുന്നു? മുമ്പിൽ വന്നവർ ഇന്നെ ആക്ഷേപം പറയാൻ പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ മുതലെടുത്തിട്ടുണ്ട്. അല്ല, എവിടെയായിരുന്നു ട്രെയിനിങ്? എവിടെയായിരുന്നു അവരുടെ ട്രെയിനിങ്? ഞാനല്ലേ പറയുന്നത്. അല്ല, അവരുടെ ട്രെയിനിങ് എവിടെയായിരുന്നു സജി നന്ദിയാട്ടെ? അത് ആഷ്മിയുടെ ബുദ്ധി കൈയിരിക്കട്ടെ. ആഷ്മിയേക്കാൾ മുമ്പ് ഞാൻ ജനിച്ചയാളാണ്. അതുകൊണ്ട് അത്യാവശ്യം സാമാന്യ ബോധമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഹാഷ്മിയേക്കാൾ മുമ്പ് ജനിച്ച ആളാണ് സജി നന്ദിയാട്ടെങ്കിൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് തയ്യാറാക്കുന്ന റിപ്പോർട്ടിനെ അവമതിക്കാൻ വായിൽ തോന്നി എന്തും വിളിച്ചു പറയാമെന്നാണോ സജി നന്ദിയാട്ടെ? പല പ്രാവശ്യം പറഞ്ഞിരുന്നല്ലോ. സജി നന്ദിയാട്ടെ അവകാശം കൊടുത്തത് തന്നെ ഇതിനകത്ത് ഇക്കിളി കഥകൾ പറയാനാണ്. ഇപ്പൊ കറക്റ്റ് അല്ലേ? അല്ല സജി നന്ദിയാട്ടെ, കമ്മീഷൻ റിപ്പോർട്ടിൽ എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. അല്ല സജി നന്ദിയാട്ടെ, എന്നേക്കാൾ മുൻപ് ജനിച്ചതാണ് സജി നന്ദിയാട്ടെ എന്ന വാദം കൊണ്ട്, എന്ന യുക്തി കൊണ്ട് ഒരു ജസ്റ്റിസ് ഉണ്ടാക്കിയെടുത്ത ഒരു ഹെർക്കൂലിയൻ ടാസ്കിനെ അവമതിക്കാൻ പച്ചക്കള്ളം പറയാമോ സജി? പച്ചക്കള്ളം പറയാമോ സജി? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ, ഞാൻ അവമതിച്ചില്ലല്ലോ. ഞാൻ അവമതിച്ചല്ലോ, പറഞ്ഞേ, അവമതിച്ചല്ലോ, കള്ളം പറഞ്ഞല്ലോ. എന്താണ് അപൂർണം നല്ല പറഞ്ഞ? എന്റെ പ്രശ്നം അവിടെയല്ല, എന്റെ പ്രശ്നം അവിടെയല്ല. താങ്കൾ പറഞ്ഞു മൊഴി കൊടുത്തവർക്ക് ട്രെയിനിങ് കൊടുത്തു. എന്റെ ചോദ്യം എവിടെ ട്രെയിനിങ് കൊടുത്തു? മറുപടി ഉണ്ടോ സജി? താങ്കൾ പറഞ്ഞു ഈ മൊഴി കൊടുത്തവർക്ക് ട്രെയിനിങ് കൊടുത്തു എന്ന് പറഞ്ഞാൽ വ്യാജമൊഴി അല്ലേ? ട്രെയിനിങ് കൊടുത്തവരുണ്ടെന്നേ. അല്ല, വ്യാജമൊഴി. എന്നാ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഒരൊറ്റ കോമൺ സെൻസ്. ഈ മലയാളികള്, പ്രബുദ്ധരായ മലയാളികൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ദിവസം 2:30-ക്ക് പുറത്തു വന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, തലേ ദിവസം 3-4 ദിവസമായിട്ട് ഇതേ റിപ്പോർട്ടിലെ വാചകങ്ങൾ നിങ്ങളുടെ ചാനലടക്കം മറ്റ് ചാനലടക്കം ചർച്ച ചെയ്തു. ആ വാക്കുകൾ എന്തു വാക്ക്? സജി നന്ദിയാട്ടെ ചീഫ് ഒരു റിട്ടയർഡ് ജസ്റ്റിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അവമതിക്കാൻ ചില കാരണങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ പറഞ്ഞ ഏറ്റവും ഗുരുതരമായ ആരോപണം വ്യാജമൊഴി നൽകാൻ ട്രെയിനിങ് കൊടുത്തു എന്ന് പറഞ്ഞാൽ വ്യാജമൊഴി കൊടുത്ത ഒരു ജസ്റ്റിസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണല്ലോ എന്റെ ചോദ്യം. ട്രെയിനിങ് ആര് കൊടുത്തു, എവിടെ കൊടുത്തു? ഒറ്റ വാക്കിൽ മറുപടി പറയാം, ഒന്നും സംഭവിക്കില്ല. ജസ്റ്റിസിനെ ഞാൻ ബഹുമാനിക്കുന്നു. ജസ്റ്റിസിന്റെ കുഴപ്പമല്ലല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ ആഷ്മി, എന്റെ ഇതിന് ആദ്യം മറുപടി പറയൂ. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2:30-ക്ക് പുറത്തു വരുന്നു. 2:30-ക്ക് പുറത്തു വന്നതിന് മുമ്പ് അതിന്റെ തലേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും നമ്മുടെ എല്ലാം ചാനലിൽ ഈ വന്ന റിപ്പോർട്ടിന്റെ അതേ വാചകങ്ങൾ എങ്ങനെ ചർച്ച ചെയ്തു? ഒരു വാചകം ആരും ചർച്ച ചെയ്തു? ചുമ്മാ പറയാം. താങ്കൾ ഇന്നലെ പറഞ്ഞ ട്രെയിനിങ് എന്ന പച്ചക്കള്ളം പോലെ ചുമ്മാ വെറുതെ ആവർത്തിക്കുക. അതുപോട്ടെ, അതൊക്കെ വിട്. ചുമ്മാ ഇരിക്കേ. താങ്കൾ ചുമ്മാ പറയാ. ഇവിടുത്തെ ബാത്റൂം പ്രശ്നം, ഇവിടുത്തെ ബാത്റൂം പ്രശ്നം, ICC പ്രശ്നം, ഇവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം, ഇതെല്ലാം ചർച്ച ചെയ്തു. ആഷ്മി നിങ്ങളുടെ ചാനലിൽ ചർച്ച ചെയ്തു, പ്രധാനപ്പെട്ട മറ്റു പല ചാനലിൽ ചർച്ച ചെയ്തു. ഞാൻ ചർച്ചയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു പോയി. അപ്പൊ ഇത് ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞ ഹേമ കമ്മീഷനെ ഞാൻ ബഹുമാനിക്കുന്നു. ഹേമ കമ്മീഷനെ കുഴപ്പമല്ല. പക്ഷേ ഇവർക്ക് കിട്ടിയ ഡേറ്റാസ് വിട്ടവർ 64 പേരുണ്ട്. 64 പേരിൽ കുറച്ച് പേരെ എന്ന് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയെ നല്ല മേഖല. ഒന്ന് കേൾക്കൂ സജി, ഒന്ന് കേൾക്കൂ. ഒരു റിപ്പോർട്ടും ചോർന്നല്ലെന്നേ, ഒരു റിപ്പോർട്ടും ചോർന്നല്ല. ഞാൻ പറയാം. 2020 ചോദ്യോത്തരം ഉണ്ടാകുന്നു 14-ാം കേരള നിയമസഭയിൽ. അതിൽ മന്ത്രി AK ബാലൻ കൊടുക്കുന്ന കൂട്ടത്തിൽ അനുബന്ധമായി ജസ്റ്റിസ് KK ഹേമ സമിതി റിപ്പോർട്ട് ശുപാർശ സംക്ഷിപ്തം 1. കേരള സീനിയർ എക്സിക്യൂട്ടീവ്സ് ആൻഡ് എംപ്ലോയീസ് റെഗുലേഷൻ എന്ന ചട്ടം നടപ്പിലാക്കി നിയമപ്രകാരം ട്രൈബ്യൂണൽ ഉപരി ചെയ്യുക. ഈ ടോയ്ലറ്റുകൾ, സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിങ് റൂമുകൾ, ലൈംഗികാതിക്രമങ്ങൾ തടയുക, സ്ത്രീ പുരുഷ ഭേദമന്യേ തുല്യവേതനം ഏർപ്പെടുത്തുക, സൈബർ ആക്രമണങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി എടുക്കുക തുടങ്ങിയ സർക്കാർ പൊതുസമക്ഷം വെച്ചിരിക്കുന്ന ചോദ്യോത്തരത്തിലെ മറുപടിയാണ് സർ ഈ പറയുന്ന ടോയ്ലറ്റും ഈ പറയുന്ന ഡ്രസ് ചേഞ്ചിങ് റൂമൊക്കെ. ഈ പവർ ഗ്രൂപ്പൊക്കെ പിന്നെ വന്നതല്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. സജി, ഞാൻ ചോദിച്ച ഉത്തരം പറ. ജസ്റ്റിസ് ഹേമയെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഈ ഇരകൾക്ക് വ്യാജമൊഴി കൊടുക്കാൻ ട്രെയിനിങ് നൽകിയത് ആരാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ആഷ്മിയുടെ ഈ ഒരു ഇതിനകത്ത് ഞാൻ വന്ന് പെടുമെന്ന് ആഷ്മി ധരിക്കരുത്. കാരണം ആഷ്മിയുടെ ചോദ്യം കറക്റ്റാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആ മൊന വെച്ചുള്ള ചോദ്യമൊക്കെ എനിക്കറിയാം. അതിൽ ഞാൻ വീടില്ല. ഇവിടെ ഈ മലയാള സിനിമയിൽ മോശപ്പെട്ട പ്രവർത്തനം നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ.
കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കെതിരായിട്ട് ശക്തമായി ഞാൻ പ്രതികരിച്ച ആൾ ആഷ്മിക്ക് അറിയാലോ. മലയാള സിനിമയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ നടക്കുന്നവർ വളരെ വളരെ മൈനസ് പോയിന്റ് ആൾക്കാരാണ്. അവർ കാരണം ഞങ്ങളെല്ലാം ഇന്ന് ആക്ഷേപം കേൾക്കുന്നു. മലയാള സിനിമ മോശപ്പെട്ട ഒരു സിനിമാ ലോകമായി ജനം കാണുന്നു. മലയാള സിനിമയിലെ തറവാടികളായ വിദ്യാഭ്യാസം വിവരമുള്ള ആൾക്കാർ സിനിമാ ലോകത്ത് വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ വനിതകൾ ഉൾപ്പെടെ അത്തരക്കാർക്ക് ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കുന്നു. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, തെറ്റ് ചെയ്തവൻ ആരോപണം ഇവിടെ താങ്കൾ ഇന്നലെ പറഞ്ഞ ഞാനത് വിടാൻ പോകുന്നില്ല താങ്കൾ ഇന്നലെ പറഞ്ഞ ഈ പറയുന്ന ജസ്റ്റിസ് ഹേമയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏതോ കേന്ദ്രം ഇരകളെ വ്യാജമൊഴി പഠിപ്പിച്ചു എന്ന താങ്കളുടെ ഗുരുതര ആരോപണത്തിൽ താങ്കൾ ഇപ്പോൾ ഓൺ ചെയ്യുന്നില്ല. ഒന്ന്. രണ്ട് താങ്കൾ പറഞ്ഞു എന്താണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇക്കിളി കഥകൾ ചർച്ച ചെയ്യലാണ് മാധ്യമ ഉദ്ദേശമെന്ന്. സജി നന്ദിയാട്ടെ, ഇത് വായിച്ചാൽ ചിലപ്പോൾ ഇക്കിളി തോന്നുന്ന താങ്കൾക്കാകും. ഇത് വായിച്ചാൽ മനുഷ്യരായി പിറന്ന ആർക്കും ഉള്ളിൽ തോന്നുന്ന ഞെട്ടലും ഉൾക്കിടലുമാണ്. ഇക്കിളിയല്ല. ഇക്കിളിയോ? ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തോ? ആഷ്മി, നിങ്ങൾ ഞങ്ങളെ വില്ലന്മാരാക്കല്ലേ. നിങ്ങൾ പറഞ്ഞു നറേറ്റീവ് ഉണ്ടാക്കി ഞങ്ങൾ എന്തോ വില്ലന്മാരാണോ? ഞങ്ങൾക്ക് ഈ സംവിധാനം നന്നായി പോകണം, നന്നായി പ്രവർത്തിക്കണം, എല്ലാവരും ഹാപ്പി ആയിരിക്കണം. പവർ ഗ്രൂപ്പ് പോലെ മലയാള സിനിമ കൊച്ചു സിനിമ ഒരു പടം പിടിക്കുന്നതിനെ പറ്റി കാണുന്നില്ല. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉപരിയായി മലയാള സിനിമയുടെ പ്രധാന പ്രശ്നം ഈ സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്ന് എഴുതി വെച്ചിരിക്കാൻ ജസ്റ്റിസ് ഹേമ. ഈ പറയുന്ന എന്താണ് ഒന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പോലും കഴിയാത്ത സൗകര്യമില്ലാത്തതിനൊക്കെ അപ്പുറം, അല്ലെങ്കിൽ ഒന്ന് പ്രാഥമിക സൗകര്യം നിർവഹിക്കണമെങ്കിൽ രണ്ട് സ്ത്രീകൾ ചേർന്ന് തുണി കെട്ടി നിൽക്കണം, അല്ലെങ്കിൽ തുണി പിടിച്ച് നിൽക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഹേമ എടുത്തു പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. അങ്ങനെ ആ റിപ്പോർട്ടിന്റെ പുറത്തു വന്ന ഭാഗം മാത്രം വായിക്കുമ്പോൾ ഇക്കിളി എന്നൊരു വാക്ക് മിണ്ടിപ്പോവരുത്. സജി, ആർക്കാണ് ഇക്കിളി അത് വായിക്കുമ്പോ? ഞാൻ പറയട്ടെ കുറെ സഭ്യമായി സംസാരിച്ചുള്ള ആഷ്മി, കയ്യടി കിട്ടാൻ ആഷ്മിക്ക് എന്തും പറയാം, വൈകാരികമായി എന്തും പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തെളിവ് സഹിതം ഒരു ആരോപണം ഉണ്ടെങ്കിൽ തെളിവ് സഹിതം ഇന്നയാളാണെന്ന് പറഞ്ഞ് അവർക്ക് നടപടികൾ എടുക്കണം. ഞങ്ങൾക്ക് ആർക്ക് ഛേദം? ഞങ്ങൾ ആരുടെയും പവർ ഗ്രൂപ്പല്ല. പിന്നെ എല്ലാവരെയും മഴയത്തും എല്ലാവരെയും ഈ പറഞ്ഞ എന്താ പറയാ ദുരൂഹത നിർത്തരുത്. സിനിമയിൽ എല്ലാവരും മോശക്കാരല്ല ആഷ്മി. ചാനലുകളിൽ ആഷ്മി മോശക്കാരനല്ലല്ലോ. ആഷ്മിയെ പോലെ ഒരാൾ ചെയ്താൽ ആഷ്മി അത് ബാധിക്കരുത്. ഇത്രയേ ഉള്ളൂ പറഞ്ഞുള്ളൂ. എല്ലാ രംഗത്തും പുഴുക്കുത്തുകളുണ്ട്. ഞങ്ങളുടെ രംഗത്തും ഉണ്ട്. ഇല്ല സാർ, ആ പുഴുക്കുത്തുകളെടുത്ത് പുറത്തിറണം എന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമന്തിന്റെ പറഞ്ഞു എല്ലാവരും ഉദ്ദേശിക്കുന്നതല്ല, നമ്മൾ എല്ലാവരും അടച്ച് പറയുന്നുമില്ല.